തുന്തുരുവിന്റെ കടയുടെ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ പ്രേക്ഷകരിലും കുറെ ഡോക്ടർമാരെക്കാളും അറിവുള്ള ഒരു ഇഷ്ടം പോയി കൂമ്പിടുന്നുണ്ട കക്കൂസിയെ പോണെന്ന് അങ്ങോട്ട് പറയില്ലേ. ആകാശഗംഗയിലത്തെ മുത്തച്ഛല്ലേ ദിവ്യോണിയുടെ മുത്തച്ഛൻ്റെ മുഖത്തുള്ള ഇത്ര നല്ല സാധനങ്ങൾ കിട്ടി. അത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ബോട്ടിൽ കഴിയാറേ കണ്ട ഉള്ളിലേക്ക് അത്ഭുതം കുമ്പളങ്ങ ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളെ കാട് പിടിച്ച് കടക്കാൻ പറ്റാണ്ടായി കണ്ട. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി, പറഞ്ഞു കൊടുക്ക്. ഇന്നലെ ഇവിടെ ഷൂട്ടിംഗ് ആയിരുന്നു. ജയന്തേച്ചിയൊക്കെ വന്നിട്ട് വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇവർ രണ്ടാളും പൂട്ടിയിട്ടു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഇവർ ഇടയിൽ കയറി വരുമല്ലോ, കണ്ടിന്യൂറ്റി പോകും ചിലപ്പോൾ. അപ്പം അത് കാരണം കൊണ്ട് ഇവർ രണ്ടാളും പൂട്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാ കാണിക്കണേ? തുറന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാ പോരെ, കാണിച്ചു കൊടുക്കണം. എന്നാ ശരി. ഇതുപോലെ തുറന്ന് കിടക്കായിരുന്നു. അപ്പോ ഒരു 6:30-7 മണി ആ സമയത്ത് ആവാറായപ്പോൾ ഇവരെ നെലോളി കേട്ട് തുടങ്ങി. അപ്പൊ വീട്ടുകളെ കാലത്ത് പൂട്ടിയിട്ടതല്ലേ, വീട്ടുകൾക്ക് മുള്ളാനൊക്കെ മുട്ടുണ്ടാവും. അത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഇവരുടെ കരച്ചിൽ കേട്ടു ഞാൻ. അപ്പൊ അയ്യോ വീട്ടങ്ങൾ ഇതുവരെ അഴിച്ചിട്ടില്ല അല്ലേ. എന്നിട്ട് ഞാൻ തുറന്നു വിടാൻ വേണ്ടി വന്നപ്പോൾ ഇതിങ്ങനെ തുറന്നു എടുക്കുക, 2 ഗേറ്റ് തുറന്നു എടുക്കുക. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിട്ട് ഇവരെ തുറന്നു വിടാം, അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ പോവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഗേറ്റ് ആദ്യം അടയ്ക്കാന്ന് വെച്ചിട്ട് ഞാൻ ഗേറ്റ് അടയ്ക്കുക. ഗേറ്റ് അടയ്ക്കുക അവിടെ നിന്ന് ഇതടച്ചു. അത് കാണിച്ചു തരും എങ്ങനെ അടച്ചതെന്ന്. ഇത് ചക്രം വെച്ചിട്ടില്ല, അത് തൂങ്ങി ഗേറ്റ്. ഇത് ഞാനിങ്ങനെ അടച്ചിട്ട് ഈ സാധനം ഇട്ടു. ഇത് ഞാനിങ്ങനെ അടയ്ക്കുകയാണേ. അപ്പം ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവര് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ എവിടെയെങ്കിലും ഇവർ ഓടിയെത്തും. ആരെങ്കിലും വരുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് ഓടി വരും. ഇതിങ്ങനെ ഞാനിങ്ങനെ അടയ്ക്കാൻ നോക്കാം. ഇത് ഈ ഗേറ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി താന്നിട്ടും ഒരു ലേശം ഇത്തിരി താന്നിട്ടും ഇത് കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കണം. അപ്പം അത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇടാൻ പറ്റില്ല ഈ കുറ്റി. അപ്പം ഇത് ഇടുമ്പോൾ ഞാൻ വിചാരിക്കുക അയ്യോ ചാർലീരെ പോലെ തന്നെ ഒരു പട്ടി ഓടി വരുന്നത് അവിടെ നിന്ന്. ഇവർ രണ്ടുപേരും അവിടെ പൂട്ടിയിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ ചാർലിയാണ് അവിടെ നിന്ന് വരുന്നതെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. ചാർലീരെ പോലെ തന്നെ എടുക്കും. അപ്പോൾ ആള് കയറാണ്ട് എന്നിട്ട് ഓടി വരില്ലേ നമ്മൾ ബസ്സൊക്കെ പോകുമ്പോൾ അതുപോലെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ചിക്കി കയറിയപ്പോഴാണ് അയ്യോ ചാർലിയാണല്ലോ എന്ന് വിചാരിച്ചേ. അപ്പം ചാർലി എന്നിട്ട് ഞങ്ങൾ മറ്റേ CCTV നോക്കിയപ്പോൾ ഇതൊരു 1/2-3 മണിക്കൂർ മുന്നേ അഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ബെൽറ്റ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ചാർലി ഇമ്രാൻ കൂടി ഇങ്ങനെ കളിച്ചപ്പോഴേ ഇമ്രാൻ ഇതിന്റെ ബെൽറ്റ് കടിച്ച് ഇങ്ങനെ വലിച്ചു. അപ്പൊ ബെൽറ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഊരിപ്പോയി. അപ്പൊ ആളിവിടെയൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്. ആൾ ഇവിടം വരെ വരും, കുറച്ച് സമയം പുറത്തേക്ക് നോക്കി നിൽക്കും, ഇങ്ങോട്ട് നോക്കും, അകത്ത് തന്നെ പോകും. പിന്നെ കാരണം ഇവിടെ നിന്ന് കിടക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ ആൾ ഇവിടം വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ ഇതിൽ കൂടെ മണം പിടിച്ച് പേളിയുടെ മണം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പോണതാണ് കാണണേ 10-20 മിനിറ്റ് മുന്നേ. പക്ഷെ ഇത് അടയ്ക്കണ സൗണ്ട് കേട്ടപ്പോ എവിടെ നിന്നാണ് പറന്നിട്ട വന്നേ. അയ്യോ അടയ്ക്കല്ലേ അടയാണ്ട് പറഞ്ഞിട്ട് അപ്പോഴേ അത്ഭുതം തോന്നി. അപ്പൊ എന്ത് മനസ്സിലായതിന്ന്. അപ്പൊ നമ്മള് തുറന്നിട്ടാലും പുറത്തു പോയാലും അവർ ഓടി വരും. അവർക്ക് അറിയാം ഇതാണ് അവരെ വീട് എന്നുള്ളത് അറിയാം. നല്ല ശീലം പിടിച്ചു. അതെ അങ്ങനെ അത്ഭുതം തോന്നിട്ടാ. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുന്തുരുവിന്റെ കടയുടെ ഉദ്ഘാടനമായിരുന്നു. തുന്തുരു 2ാമത്തെ കട പൂട്ടിപ്പോയില്ല, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പൂട്ടിപ്പോയി. അപ്പം എന്നിട്ട് ആ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കാർ പോർച്ചിലൊക്കെ ഒരു ഫ്രിഡ്ജൊക്കെ ഇടുന്ന തുടങ്ങിയില്ലേ. പിന്നെ കുറേ സാധനങ്ങൾ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള കടമുറിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ലാസ്റ്റ് കിട്ടി. എവിടെ കമ്പനിപ്പടി നമ്മുടെ വീടിൻ്റെ അവിടേക്ക് തിരിഞ്ഞതിന് മുന്നേ നേരെ തന്നെ തൃശ്ശൂർക്ക് പോകുമ്പോൾ ചീരാച്ചി വളവുണ്ട്. പണ്ട് നാഷണൽ ഹൈവേയിൽ ഭയങ്കര കൊടും വളവ് എന്ന് പറയില്ലേ, അപകട മേഖലയാണിത്. ആ വളവിൻ്റെ എത്തുന്നതിൽ തൊട്ട് മുമ്പ് വലതുവശത്താണ് തുന്തുരുവിൻ്റെ കട കിട്ടിയിട്ടുള്ളത്. അവിടെയാണ് കട കിട്ടിയിട്ടുള്ളത്. അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇന്ന് സ്റ്റിച്ച് എടുക്കേണ്ട ദിവസമായിരുന്നു. തീരെ പറയില്ല, ഒട്ടും പറയണില്ല, നിനക്കറിയാലോ. അപ്പോൾ ചേട്ടൻ സ്റ്റിച്ച് എടുക്കാൻ പോയി. അപ്പം ഞാൻ മാത്രമേ പിന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജഗു സ്കൂളിലേക്കും പോയി. അപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അത് കാണാം. എൻ്റെ അനിയൻ തുന്തുരു എന്ന് വിളിക്കുന്ന ശരത്തും അവൻ്റെ കൂട്ടുകാരൻ ജിതിനും കൂടിയിട്ട് തുടങ്ങുന്ന ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് അമ്പലത്തിൽ ഗണപതി ഹോമം കഴിപ്പിച്ചതിൻ്റെ പ്രസാദമായിരുന്നു. ചേട്ടന് കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം പല്ല് ഡോക്ടർ അവിടേക്ക് പോവാണല്ലോ. അപ്പോൾ ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞു. പല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമല്ലോ. അപ്പോൾ ഇത് ബാക്കി എല്ലാവർക്കും കൊടുക്കായിരുന്നു ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ.
കടയുടെ മുന്നിൽ നിന്നുള്ള വീഡിയോസും ഒന്നും നമ്മൾ എടുത്തില്ല, കടയുടെ ഒരു ബോർഡോ ഒന്നും തന്നെ എടുത്തില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. കാരണം ചേട്ടൻ പോയ കാരണം കൊണ്ടേ ആ കാര്യം മറന്നു. പിന്നെ ഞാനല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തുന്തുരും ജിതിനും കൂടി വന്നു. ഇത് തുന്തുരുവിൻ്റെയും ജിതിൻ്റെയും മക്കളാണ് കേട്ടോ രണ്ടുപേരും. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, നാട മുറിക്കാൻ പോകുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി നാട മുറിച്ചു. എല്ലാവരും ഉള്ളിലേക്ക് കയറി. തുന്തുരുവിൻ്റെ കൂടെയുള്ളത് ചക്കരയുടെ അച്ഛനാണ്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ജിതിൻ്റെ ഭാര്യയും ജിതിൻ്റെ ഭാര്യയുടെ അച്ഛനമ്മ, പിന്നെ ചക്കരയുടെ അച്ഛനമ്മയും, പിന്നെ ആൻറ്റിയും മാമനും വന്നിട്ടുണ്ടായിരുന്നു പള്ളിപ്പുറത്തുനിന്ന്. ചക്കര, ഇതാണ് ജിതിൻ്റെ ഭാര്യയുടെ അമ്മ, ദേ ആൻറ്റി, ചക്കരയുടെ അമ്മ, എൻ്റെ അച്ഛൻ. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു മകൻ്റെ സംരംഭത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പം അച്ഛൻ വളരെ നന്നായിട്ട് വരണം, മുമ്പത്തെ കടേരെ ഇതിൻ്റെ മുന്നത്തെ കടേരെ പോലെ ആവരുത് എന്നൊരു പ്രാർത്ഥന ഉള്ളൂന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ ഇവർ വെക്കാറുള്ള ഫുഡ് തന്നെയാണ് എല്ലാം വെച്ചിട്ടുള്ളത്. സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ 11 മാസമായി തുന്തുരു മറ്റേ കുരിയച്ചിറ ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഷോപ്പിൽ വെക്കാറുള്ള സാധനങ്ങൾ തന്നെ ആണ് വെച്ചിട്ടുള്ളത്. ഇത് ആദ്യ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ. ആൾ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. അപ്പോൾ ആൾ 3 ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശുഭലക്ഷണമാണെന്ന്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയണത്. അങ്ങനെ തുന്തുരുവിൻ്റെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തരട്ടെ നിനക്ക് ഓർഡർ ചെയ്യണമെങ്കിലും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പണികളൊന്നും അധികം എടുക്കുന്നില്ല കേട്ടോ. കാരണം കഠിനമായ പണികൾ നീര് മുഴുവൻ പോയി വരുന്നില്ലല്ലോ. വലിയൊരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പറഞ്ഞു ഒരു 10 ദിവസത്തേക്ക് ശല്യം ഉണ്ടാവും. 10 ദിവസത്തേക്ക് ഒരു ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് ഒരു ചെറിയ വേന. അപ്പോൾ ഉപ്പിട്ട വെള്ളം ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വായ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ വിട്ടിട്ട് ചെയ്ത് തുടങ്ങിയില്ലേ. അപ്പൊ ഭയങ്കരമായിട്ട് വ്യത്യാസം. ഡോക്ടർ പറഞ്ഞപ്പോ സമാധാനായി. അപ്പൊ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരിലും കുറെ ഡോക്ടർമാരെക്കാളും അറിവുള്ളവർ ഇഷ്ടം പോലെ ഇതേ അനുഭവമുള്ളവരുണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ 5-8 ദിവസം മുമ്പ് എൻ്റെ പല്ലെടുക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ചുണ്ടങ്ങിയിൽ നമ്മൾ വാഴുതനങ്ങ ബഡ് ചെയ്തത്. ബഡ് ചെയ്യാന്നില്ല പറയാ. അപ്പോൾ നമ്മൾ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ അപ്പോൾ 6-7 ദിവസം കഴിയുമ്പോൾ അത് പിന്നെ തുറന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാണ് കേട്ടോ. ഇത് പൊടിക്കോ കിടിക്കോ ഒന്നും നമുക്ക് അറിയില്ല. എന്ത് സംഭവിക്കുന്നു എൻ്റെ കയ്യിലല്ല കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല വയർപ്പുണ്ട് കണ്ട. അയ്യോ കട്ട് ചെയ്തോ? ഉറ കട്ട് ചെയ്യല്ലേ നമുക്ക്. മറ്റേ സ്ട്രാപ്ലറെല്ലാം അടിച്ചാണ്. അതെങ്ങനെയാ അഴിക്കാൻ പറ്റുക? വയർത്തു ആള്. ദൈവം പൊടിച്ചിണ്ടാ. പൊടിക്കാൻ വഴിയില്ലല്ലോ എത്ര പെട്ടെന്ന്. ഇതെന്തരീ ആളെന്തിട്ടാ പറഞ്ഞിട്ടുള്ള വീഡിയോയില് ഒരാഴ്ച കഴിയുമ്പോ തുറക്കണം. വാടിയിട്ടില്ല. അപ്പോ ചോറ കളയാം. പുതിയ വാസസ്ഥലത്ത് ചോറ കളയാനാ. സ്ട്രാപ്ലർ ആയിരുന്നേ. പതുക്കെ ചെയ്താൽ മതി സമാധാനായിട്ട്. ഞാൻ കണ്ണാട വെച്ചിട്ടില്ലല്ലോ, ഞാൻ ചെയ്താണ്. ഇതാടാ ഇവിടുന്നാണ് കടപ്പൊടിക്കണണ്ടാ. കട കൂമ്പിടുന്നുണ്ടാ. അത് പുതിയ കൂമ്പായിരിക്കോ? അത് മുന്നുണ്ടായിരുന്നാണോ? മുന്നേ കൂമ്പ് വരുന്നത് വാടിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ സക്സസ് ആണെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതും അപ്പൊ അങ്ങനെയാണ് ഈ ഓരോന്നുമിലും വേറെ 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 കളറ് തരം വഴുതനങ്ങകള് ചെയ്യാല്ലേ. പിന്നെ അതുപോലെ ഇതിന്റെ കുഞ്ഞു തൈകൾ മുളച്ച് നിക്കണില്ലേ, കണ്ടാ തൈകൾ കുറെ നിക്കണ്ട് ചുണ്ടങ്ങയുടെ. അതുമ്മേ ചെറിയ തക്കാളി തൈകൾ വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇതുമ്മന്ന് തക്കാളിയുടെ കട്ട് ചെയ്തിട്ട് വെച്ചൂടെ? അല്ല തക്കാളി തൈ അത് ചെയ്യാം നമുക്ക്. തക്കാളിയും വഴുതനെങ്കിൽ മാത്രം ഇതുമ്മ വെക്കാൻ പാടുള്ളൂ. മിളകും തൈ വെക്കാം. ഇതെന്താ ചുണ്ടങ്ങര തണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാലങ്ങളോളം നിൽക്കുന്നതാണ് കേട്ടാ. ഇതിന്റെ ശരിക്ക് പിടിപ്പിച്ചു. ഇത് മൊത്തം കളയേണ്ടതായിരുന്നു ചേട്ടാ. അത് കൂമ്പെടുക്കണം. അല്ല, അത് എല്ലാ ഇലയും കളഞ്ഞിട്ട് വേണം വെക്കാന്ന് ഞാൻ കേട്ടേക്കണേ. എല്ലാ ഇലയും കളഞ്ഞൂലോ. ഇനി പൊടിക്കുമെന്ന് അറിയിട്ടാ. അപ്പൊ നമുക്ക് അറിയാലോ ചുണ്ടങ്ങ. അപ്പൊ അടിപൊളി കേട്ടാ. കേട്ടാ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോളം ഒറയൊക്കെ കെട്ടി ഇതൊക്കെ ചെയ്തു. പക്ഷെ കുറേ ഇത് കണ്ട ഇതൊക്കെ മറ്റേ ഇവർ അണ്ണറക്കണ്ണന്മാരും ഇവരൊക്കെ കൊണ്ടുപോയില്ല. പക്ഷെ ചിലവരെ നമ്മൾ ഇത് ചെയ്തില്ല. എന്താ ഇത് പൊളിച്ച നീ
പൊളിച്ച് കാണിച്ചു കൊടുത്തത് നമ്മുടെ ചോളങ്ങീൻ്റെത് ഉണ്ടാവുമെന്ന് അറിയില്ലേ, നല്ല മൂത്തുണ്ടാവും. അയ്യോ മൂത്ത ഞാൻ ടേസ്റ്റ് ആ ഇതേ നോക്കിയേ മണി പിടിച്ചിട്ടുണ്ട്. അമ്പ മോശം നല്ല നമ്മുടെ ചോളം. ആ അടിപൊളി. കുതിരേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ഇത് എന്താ പറയാ മണിച്ചെറുതാളിൽ പറയില്ലേ, കുതിരേട്ടൻ പറയില്ലേ, എന്താ പറയാ സാറേ, എൻ്റെ ഏലസും എൻ്റെ ഏലസും അത്ര മോശമൊന്നുമല്ല. ആ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. ബാക്കിയൊക്കെ പോയാ ഇല്ല, ഇനി അത് മിണ്ടി ചേർത്തുണ്ട്. നിനക്ക് മിണ്ടാതെ ഉരിയാടാതെ ഇതിന്റെ 4 മൂലയിലും കൊണ്ട് അപ്പൊ എനിക്കിപ്പോ കക്കൂസിയെ പോണെന്ന് അങ്ങോട്ട് പറയില്ലേ, എന്റെ ഏലസ് അത്ര മോശം എന്നല്ല പറഞ്ഞൊരു കലക്കലില്ല അവസാന. അതാണ് ഞാൻ പറഞ്ഞത്. വാ ഇവിടെ വലുത് അല്ല, ഇവിടെ ഉള്ളത് പിന്നെ മൂക്കാൻ നിർത്തണേ. അല്ല ഇവിടുത്തെ വലുത് പിടിക്കാം. ബാക്കി വന്ന ഒരെണ്ണം കുത്തിയതല്ലേ ചേട്ടൻ അതിൽ കൊണ്ടിട്ട്. ഇവിടെ ഒരെണ്ണുണ്ട് കേട്ടാ, ഇവിടെ ഒരെണ്ണുണ്ട്. ശരിക്കും പറയണ്ടേ, ഓരോ ചോളം മാത്രം അയക്കുമ്പോ ചിലപ്പോ രക്ഷപ്പെടും തരില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ ഒരു തടായിട്ട് ആക്കാണ്ടല്ലേ, തടായിട്ട് നിക്കുമ്പോഴാണ് ഇവര് ആക്രമിക്കണേ. അല്ലെങ്കിൽ ഇവര് അറിയില്ല എന്നുകൊണ്ട് ഇവർക്ക്. ഇനിയിപ്പോൾ നമ്മൾ ആ അബിയു ഇല്ലേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അബിയു, അതുമേ കഴിഞ്ഞ നമുക്ക് 2 അബിയല്ലേ അതുമെന്ന് കിട്ടിയത്. അത് വാങ്ങുമ്പോഴേ അത് മിണ്ടായിരുന്നു, ഉള്ളതാ വാങ്ങിച്ചത്. ഇപ്പൊ ഒരു 10-12 ഉണ്ടായിട്ടുണ്ട്, വലിപ്പമായിട്ടുണ്ട്. അത് ഇക്കൊല അണ്ണാറ കണ്ണന്മാര് ഇത് വലിപ്പനുള്ളോ, പക്ഷെ ആള് കൊല്ലവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു അത് എന്തൊരു സാധനം എന്നുള്ളത്. അടുത്ത പോലെ തൊട്ട് ആക്രമണം. കാരണം റംബുട്ടാ വെച്ചപ്പോഴും അങ്ങനെയായിരുന്നു. ഫസ്റ്റത്തെ പോലെ നമുക്ക് അയ്യോ അവിടെ ഇവിടെ ഓരോന്നുള്ളല്ലേ. ഇത് പണ്ട് മറ്റേ ഈ ആകാശഗംഗയിലത്തെ മുത്തച്ഛല്ലേ, ദിവ്യോണിയുടെ മുത്തച്ഛന്റെ മുഖത്തുള്ള കുരുക്കൾ പോയിട്ട് ശരിക്കില്ല നോക്കിയാൽ നറ്റത്തേക്ക് നിറച്ച് കുരുക്കളായിട്ട്. എൻ്റെ മകളെ നിങ്ങൾ ഇതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, ആകാശഗംഗയിൽ ഒറ്റയ്ക്ക് ഒരു പഴയ തറവാട്ട് ഒരു നന്നിരിക്കുമ്പോൾ അതുപോലെ ഇല്ല നട്ടത് അവിടെ ഇവിടെ കയറാൻ വരുന്നു. ഇതാ 2 നല്ല വഴുതനങ്ങ. അപ്പൊ ഈ വഴുതനങ്ങ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്തേക്കണ സാധനം എങ്ങനെയുണ്ട് പിടിച്ചോന്ന് നോക്കാം എന്നാ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാനൊരു ഇതെന്തേലും എടുത്തേനെ പാത്രം വെക്കാൻ. ഒരു ചള്ളു വഴുതനങ്ങ നാളെ അത് വലുതാവട്ടെ അല്ല നാളെ കൂലത്തല്ലേ കാലത്ത് കൂട്ടാൻ വെക്കാൻ. ഈ വഴുതനങ്ങ വറുത്തിട്ട് തൈരിലിട്ടിട്ട് ഒരു കൂട്ടാനുണ്ട്. കൂട്ടാനെന്ന് പറയാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യണ ഒരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ചോറിന അതോടെ വയ്ക്കാം. ഇത്രയും നല്ല സാധനങ്ങൾ കിട്ടി. ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കുറേ പേർക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് എവിടെ കിട്ടുന്നുള്ളത് ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മുടെ പിടിച്ചതല്ലേ ചുറ്റുവട്ടത്ത് ഉള്ളവർക്കൊക്കെ ഈ പാഴ്സലായിട്ട് അയക്കാനല്ലേ വെറുതെ ഈ കിലോന് 75 രൂപയാണ് പാഴ്സൽ ചാർജ് വരുന്നതേ. 1 കിലോന് 100-150 രൂപയും കൂടി വരുന്നുണ്ട് പാഴ്സൽ ചാർജ്. മറ്റേ പ്രൊഫഷണൽ കൊറിയർ അങ്ങനത്തെ കുറച്ച് കുറയും തോന്നുന്നു. പക്ഷെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല. നമ്മള് അവരെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം. അവർ ഓഫീസിൽ വന്ന വിളിക്കുക വഴി സ്പീഡ് പോസ്റ്റിലാ ചെയ്യണതേ. അപ്പൊ കുറച്ച് അത് കൂടുതലാ. തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ തൃശ്ശൂർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ മറ്റേ SBMന്റെ അവിടെ നമ്മുടെ ഉള്ളിലേക്കും വാങ്ങിക്കാൻ കിട്ടൂട്ടാ. അപ്പൊ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതേ വില തന്നെ നമുക്ക് കൊടുത്താൽ മതി. 345 രൂപ 500 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ പാർസൽ ചാർജ് ചിലവാക്കണ്ടല്ലോ വെച്ചിട്ടുണ്ടത് നമ്മുടെ ഉള്ളിലേക്ക്. ഇതിനായിട്ട് വരികയാണെങ്കിൽ നമ്മളുടെ അന്നത്തെ ദിവസവും വരുന്നതും പോണതും വണ്ടിക്കൂലിയൊക്കെ നോക്കുമ്പോ അതിലും ഭേദം ഓർഡർ ചെയ്യാം. തൃശ്ശൂർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ ഒരു ബോട്ടിൽ ഞങ്ങൾ അന്ന് കൊണ്ടുവന്നു. ഞങ്ങളുടെ ഫസ്റ്റത്തെ ബോട്ടിൽ കഴിയാറേ കണ്ട ഉള്ളിലേക്ക്. അതായത് ഇത് 500 ഗ്രാമാ. 5 ഗ്രാമാണ് ഒരു നേരം കഴിക്കണ്ടേ ചേട്ടാ. 5 ഗ്രാമാണ് ഒരു നേരം കഴിക്കണ്ടേ. അപ്പൊ 2 നേരം എന്ന് പറയുമ്പോ 10 ഗ്രാം. അപ്പൊ 50 ദിവസത്തേക്ക് ഒരു ബോട്ടിലുണ്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ. ഇത് 10 ദിവസമായ കഴിഞ്ഞു. കാലിയായി കുപ്പി. അമ്മയുടെ അടുത്ത് അവിടെ കുറുക്കഞ്ചേരി കണ്ണംകുളങ്ങര വശത്തൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ. പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ടൊക്കെ അമ്മയുടെ അടുത്താണ് ചോദിക്കണേ. അപ്പൊ ഞങ്ങളൊരു പെട്ടി ആദ്യം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പനെ ചെലവായി. വീണ്ടും ഒരു പെട്ടിയും കൂടി ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ചോട്ടാ. ഇവിടേക്ക് കുറച്ച് കൊണ്ടുവന്നു. നമ്മുടെ വീട്ടുകാർക്കോ എല്ലാവർക്കും ഓരോന്ന് പൈസക്കല്ല അല്ലാണ്ട് എല്ലാവർക്കും അങ്ങനെയുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ അതല്ലാണ്ട് ഇവിടെ വെച്ചിട്ടില്ല. വീട്ടിൽ വെച്ചിട്ടുണ്ട് അമ്മയുടെ അടുത്ത് കണ്ണംകുളങ്ങര. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച്
പാഴ്ചെടി പോലെ ഇത് ഇഞ്ചിയുടെ തടായിരുന്നു. തടാണ് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇഞ്ചി എവിടെ പോയി? ഇഞ്ചി ഉള്ളിലുണ്ട്. മണിത്തക്കാളി നോക്കിയേ ഉണ്ടായിട്ട് നോക്കിയേ ഇവിടെ മണിത്തക്കാളി തൈകളാണ് നിറച്ച്. അപ്പോൾ അതുമേ കണ്ട മണിത്തക്കാളിൻ്റെ ഉണ്ട് കണ്ട നോക്കിയേ. ഈ മണിത്തക്കാളി തൈ തവണ പറിച്ച നട്ടില്ല സരിത, പറിച്ച നട്ടിരിക്കല്ല, പറിച്ച നടുന്നതൊന്നും ചൂടാവില്ല. പറിച്ച് നടണ്ട, അത് നിക്കണോടത്ത് മുളച്ചോടത്ത് ഉണ്ടാവട്ടെ. തന്നെ ഉണ്ടാകുമ്പോൾ ഇതല്ലേ നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ, നമ്മൾ ഈ കൊള്ളീരി ഇവിടെ ഒരു കുമ്പളങ്ങ തൈ നോക്കിയേ അന്ന് ഉണ്ടായിരുന്നില്ല, നോക്കിയേ കണ്ട തന്നെ മുളച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ചുണ്ടങ്ങാര അങ്ങോട്ട് വന്നപ്പോൾ ഒരു ചരട് ഈ പ്ലാവിലേക്ക് കെട്ടി കൊടുത്തു. അപ്പോൾ പ്ലാവുന്നത് കുമ്പളങ്ങ ഉണ്ട് നോക്കിയാൽ എൻ്റെ കൈൻ്റെ നേരെ 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 കുമ്പളങ്ങ നോക്കിയാ അത്ഭുതം കണ്ട. പ്ലാവുമ്പ കുമ്പളങ്ങ ഒരെണ്ണം ഉണ്ടായിട്ടാ, അധികം ഇല്ല. അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പടുവളം മുളച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ തൂങ്ങി തൂങ്ങി സാധാരണ ഒന്നും ഉണ്ടാവില്ല. അല്ല ഉണ്ടാവും, ഇല്ല സാധാരണ ഉണ്ടാവില്ല ചേട്ടാ. കഷ്ടകാല സമയത്താണ് നിറച്ചുണ്ടാവാന്ന് പറയാ. അതെ, കമ്പിലുണ്ടാവും. അപ്പോൾ രണ്ടെണ്ണം മാത്രം ഉണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് കഷ്ടകാലം പ്രചരിപ്പിക്കാന്ന് പറയും. വേണ്ടത് പറയണ്ട. ശരിയാ, അന്ധവിശ്വാസം പറയണ്ട. അന്ധവിശ്വാസം അല്ല കേട്ടോ, അത് പണ്ടുള്ള ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയണതാണ്. പിന്നെ നമ്മുടെ ഒരു മാസം മുമ്പ് നട്ടിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ നോക്കിയേ, നല്ല വളർച്ചയാണ്. ഇതിൻ്റെ ഇടയിലത്തെ പുല്ലൊന്നും ഞാൻ വലിച്ചില്ല. ഞാൻ പുല്ല് വലിച്ച് ഇത്തിരി കൊണ്ട് ചാണപ്പൊടി ഇട്ട് കൊടുക്കാൻ വെച്ചായിരുന്നു. കണ്ട നല്ല വളർച്ചയുണ്ട് കേട്ടാ ഉള്ളി. മഴ പെയ്താലും കുഴപ്പമില്ല സരിത, നല്ല ഭംഗിയില്ല കാണാൻ. പുല്ല് വലിച്ചിട്ട് നാളെ കാണിച്ചു മഴ പെയ്ത് ഇങ്ങനെ ഒടിഞ്ഞു വീണ മഴ പെയ്യണുണ്ടാവൂല്ലേ? ഈ ഒടിഞ്ഞു വീണതൊക്കെ ചെറിയായിട്ട് എന്താ ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് എന്ത് കൂട്ടാൻ വെച്ചാൽ അതിലിടും, അല്ലെങ്കിൽ ഓംലെറ്റിലൊക്കെ ഇടും. ഒരു ശീലം അല്ല, അത് കാരണം ചെറിയേട്ടൻ്റെ അവിടെ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒടിഞ്ഞു വീണതൊന്നും കാണില്ല. എല്ലാതും ഇങ്ങനെ നിൽക്കണ നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ നമ്മുടെ പയറ് അധികം ഉണ്ടായില്ല. ഇതുമേ ഉണ്ടാവണത് നോക്കിയാ മറ്റേ നമ്മൾ കൂട്ടാൻ പയർ നിറച്ച് കുത്തിണ്ടായിരുന്നോ, അത് മിണ്ടായില്ലേ നോക്കിയേ. ഇത് പൊട്ടിച്ചെറി പയറ്. ഇത് ഇപ്പൊ നാളെ കാണില്ലേ, ഇതൊക്കെ മറ്റേ അവര് പൊട്ടിച്ചുകൊണ്ട് പോകും. അവര് മറ്റേ ഈ തത്തമ്മകൾ ഉള്ളത് പൊട്ടിച്ചോ. നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടാനുകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലത്തെ കൂട്ടാൻ ഇന്നത്തേക്ക് എന്തിട്ടാന്നറിയോ, 5-8 തരം പച്ചക്കറികൾ കൂടി ചേർന്നിട്ടുള്ള മെഴുക്ക് പുരട്ടികളാണ്. അത് പയറ്, വെണ്ടക്കായ, കോവയ്ക്ക, വഴുതനങ്ങ, കൊത്തമര, മറ്റേ ആ സാധനം അതിന്റെ പേര് പീച്ചിങ്ങ, പിന്നെന്തുട്ടാ അങ്ങനെ. അതായത് എല്ലാതും നമുക്ക് തന്നെ എടുക്കുമ്പോൾ ഒരു കൂട്ടാനില്ല, ഒക്കെ കുറേശ്ശെ ഉള്ളു. അപ്പം ഇതൊക്കെ കൂടി ചേർത്തിട്ട് പക്ഷെ നല്ല രസമുണ്ട്. അതൊരു കുഴപ്പമില്ല. നമ്മള് പണ്ട് മുതലുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ സാധനം നമുക്ക്. അതായത് ഇന്നത് മാരി ചെയ്യാൻ പാടില്ല. ഞാൻ സരിത സാമ്പാർ വയ്ക്കുമ്പോൾ സരിതയ്ക്ക് വെണ്ടക്കായ കിട്ടിയില്ല. അല്ല, ഞാൻ സരിത സാമ്പാർ വയ്ക്കുമ്പോൾ സരിതയ്ക്ക് വെണ്ടക്കായ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വെണ്ടക്കായ? ഞാൻ പറയും വെണ്ടക്കായും തക്കാളിയും മാത്രം മതി, ബാക്കി കഷ്ണമില്ലെങ്കിലും കുഴപ്പമില്ല, സാമ്പാർ വയ്ക്കാന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറയും വെണ്ടക്കായും തക്കാളിയും ഒന്നും വേണ്ട, ഉള്ള കഷ്ണം തൊട്ടാൻ ചുറ്റിട്ട് സാമ്പാർ വയ്ക്കാൻ പറയാം. ആ വെണ്ടക്കായ ഇട്ടല്ല അതിന്റെ ഒരു കൊഴുപ്പ് കിട്ടണ്ടേ. അപ്പോൾ ഞാൻ പറയും സാമ്പാർ ചീര ഇട്ടാൽ മതി പറയല്, അപ്പോൾ കൊഴുപ്പ് കിട്ടും, ഇത്രേ ഉള്ളൂ. പക്ഷെ വെണ്ടക്കായ ഇടുമ്പോഴത്തെ പോലെ അല്ലല്ലോ. വാ നീ കൊത്തമര പൊട്ടിക്ക. അയ്യോ വെണ്ടക്കായ പൊടിക്കാൻ, വെണ്ടക്കായ കത്തിരുത്തോണ്ട് കത്തി അവിടെ കത്തിണ്ട്. കത്ര പേളി ഓടി എത്തിയില്ല. ഇതൊക്കെ പേളി ചാടി സാരി തരത്തി വരാം. പേളി കണ്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ നമ്മളെ. കേടാ അവളെ കരച്ചില്ലാണ്ടാ സാരി തരത്തിനെ പോണത്. നമ്മുടെ റിയാസിനെ പറയാ, യജമാനെയും മറന്നിട്ടില്ല ഇവള്. പക്ഷെ നിങ്ങൾ KFC തരാൻ ദിവസം എന്ന് പറഞ്ഞാലും ഞാൻ വരില്ല നിങ്ങളുടെ അടുത്തേക്ക്. നമ്മുടെ റിയാസ് ഇപ്പൊ എവിടെ പോയ പോലെ. റിയാസേ നീ എവിടെയാണ്? നിന്റെ കമന്റുകൾ വായിക്കാൻ. അതെ, സ്ഥിരമായിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ എടുക്കുന്നുണ്ടാവും, വേറെ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടോ. തക്കാളി പഴുത്തുണ്ട് പൊട്ടിക്കരുന്നു. തക്കാളി അല്ല വെണ്ടക്കായ പൊട്ടിക്കാതെ നമുക്ക് വേണ്ട കാട് പിടിച്ചു കടക്കാൻ പറ്റണ്ടായിക്കണ്ട. ആദ്യം വല്ല വടി എടുത്തൊന്ന് തട്ടി പൊക്കോ, ഞാൻ അവിടെ നിക്കാം. വെണ്ടക്കായ പൊട്ടിയത് വെണ്ടക്കായ ഇതിലെ വന്നോ? എന്റെ പിന്നീടാണോ വന്നോ? തത്തമ്മകള് പോണു. ഞാനിവിടെ കായ്പ നട്ടത് ഇങ്ങോട്ട് വന്നേ സരിത, ഇങ്ങോട്ട് വന്ന് നോക്കിയേ. അവിടെ കൊണ്ടേട്ട് നട്ടേണേ. വെറുതെ ചെറിയ ഒരു മെത്തേഡ് പരീക്ഷിക്കാനായിട്ട് വെറുതെ നട്ടത്. ഇങ്ങോട്ട് വാ, അതിൽ കയറി വാ. അവിടെ പേളിന്റെ നായ്ക്കളുണ്ടാവില്ല,
നായ്ക്കളുണ്ടാവില്ല. അല്ല നായ്ക്കളല്ല, അപ്പോൾ പാമ്പുകളുണ്ടാവില്ല. നോക്കിയേ കായ്പ കഴിയണ്ട, നല്ല വളർച്ചയില്ലേ, വെറുതെ നട്ടാണ്. അപ്പോൾ ഇവിടെ വെറുതെ ഇവിടെ എല്ലാ സാധനങ്ങളും വെറുതെ നട്ടാൽ മതി. ഓൾറെഡി വളം ഉണ്ടല്ലോ. ഇവിടെ ചാണം കൊണ്ട് തട്ടിയതല്ലേ, ഒരു ലോഡ് ചാണം അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടക്കായ മുറിക്കാൻ പോകണം. എന്നാ സരിതാ ഒരു മിനിറ്റ്, ഞാൻ ഈ കൊത്തമര പൊട്ടിക്കട്ടെ. ആ എന്നാ പറ്റേ, ഞാൻ അടുത്ത് പൊട്ടിക്കട്ടെ. അത് പിടിച്ചേ ബെസ്റ്റ് വെണ്ടക്കായ കേട്ടത്. നമ്മുടെ കൃഷി തരം കാണുമ്പോൾ ഒരു ചുക്കിലും ശരിക്കും, പക്ഷെ നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട്. നോക്കിയാൽ എന്തൊരു ഉഗ്രം വെണ്ടക്കായ എന്ന് പറയും. നല്ല പച്ചപ്പിള്ളാണ് സാധനം, ഇരുട്ടായിട്ടാ. നോക്കിയാൽ എന്തോരം വെണ്ടക്കായ കിട്ടിയേ, കണ്ട വെണ്ടക്കായ ഇഷ്ടം പോലെ കിട്ടി ആവശ്യത്തിന്. വേറെ പണിയൊന്നുമില്ല എനിക്ക്. കൈക്കോട്ട് കളിക്കാറായിട്ടില്ല. ശരീരം മതിയാനൊക്കെണ്ടെന്ന് പറഞ്ഞു, തല മതിയാനൊക്കെല്ലെന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ പറഞ്ഞ കറുപ്പയ്യണ്ണ വിളിക്കാന്ന്. അപ്പൊ ചേട്ടന് തന്നെ ഇവിടെ വൃത്തിയാക്കണം. ആ കറുപ്പയ്യ 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. ചോളം എടുക്കട്ടെ. എന്തൊരു വേഗ പുല്ല് അറിയണല്ലേ. അങ്ങനെ നമ്മൾ ബെഡ് വിജയിച്ചു. പിന്നെ ഈ തക്കാളിയിലൊക്കെ നമ്മുടെ ഈ തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ട് ഇവിടത്തേക്ക് തക്കാളി വീണ്ടും ഒരെണ്ണം കൂടി വാടി. ഇത് കളയാല്ലേ. ഇതിന് എവിടെയാ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൂടി പൊട്ടിക്കാൻ ചേട്ടാ. ജഗ്ഗു കൂടെ വന്നേ. യോറ പിടിച്ചാ നീ പാത്രം എടുത്തില്ലേ, ഇത്രയ്ക്ക് പൊട്ടിക്കാണ്ടാവുമെന്ന് ചോദിച്ചില്ലേ, അല്ലെങ്കിൽ പാത്രം എടുത്ത് തന്നെയാണ്. സമയം ഇരുട്ടായി. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.